പത്തനംതിട്ട ജില്ലയിലെ വനമേഖലകളിൽ മഴ തുടരുകയാണ്. തിരുവല്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ വെള്ളക്കെട്ട് അതിപ്പോഴുമുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് അമൽ തേനമ്പറമ്പിലാണ് ചേരുന്നത്. അമൽ, പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ മഴ ശക്തിപ്പെട്ടതും മഴക്കെടുതി റിപ്പോർട്ട് ചെയ്ത ഒരു ജില്ല എന്ന് പറയുന്നത്. അതിൽ തന്നെ റാന്നി, ആറന്മുള, തിരുവല്ല മേഖലകളിലൊക്കെ കനത്ത മഴയും മഴക്കെടുതിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ അമൽ നിൽക്കുന്നത് ഏത് ഭാഗത്താണ്? അവിടെ വെള്ളക്കെട്ടുള്ള മേഖലയാണെങ്കിൽ വീണ്ടും മഴ കനത്താൽ സാഹചര്യം കൂടുതൽ രൂക്ഷമാകുന്ന പ്രതിസന്ധിയാകുന്ന സ്ഥിതിയാണോ? എന്താണ് നിലവിലെ അവസ്ഥ അമൽ? പത്തനംതിട്ടയുടെ മലയോര മേഖലയിൽ ഇന്നലെ രാത്രി ഒക്കെ മഴയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ നഗരപ്രദേശങ്ങളിലേക്ക് കാര്യമായി വെള്ളം ഇറങ്ങുന്നില്ല. ആറന്മുളയിൽ നിന്നും ഏകദേശം വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. വലിയ പ്രശ്നമില്ല. ഏറ്റവും താഴ്ന്നു കിടക്കുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് ഇപ്പോഴും വെള്ളക്കെട്ടുള്ളത്. പത്തനംതിട്ട നഗരത്തിലാണെങ്കിൽ കാര്യമായ വെള്ളക്കെട്ട് ഇപ്പോൾ ഇല്ല. പക്ഷേ തിരുവല്ലയാണ് ഏറ്റവും വലിയ പ്രശ്നമാകാൻ പോകുന്ന ഒരു സ്ഥലം. തിരുവല്ലയിലേക്ക് ഇവിടുന്ന് ഇറങ്ങുന്ന വെള്ളം തിരുവല്ലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പ്രതിസന്ധിയായി മാറും. അപ്പോൾ തിരുവല്ലയിൽ കൂടുതൽ ക്യാമ്പുകൾ സജ്ജീകരിക്കാനും തിരുവല്ലയിലെ നിലവിലുള്ള ഇന്നലെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പി സി വിഷ്ണുനാഥ് തന്നെ പറഞ്ഞിരുന്നു, ഈ ക്യാമ്പുകൾ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്നും ക്യാമ്പുകൾ പോലും ഒരുപക്ഷെ മാറ്റേണ്ടി വന്നേക്കാം. കാരണം അവിടേക്ക് വെള്ളം ഇറങ്ങുമ്പോൾ മുങ്ങുന്ന സ്ഥലങ്ങളിലുള്ള ക്യാമ്പുകൾ പലതുമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പ്രതിസന്ധിയായി മാറും. തിരുവല്ലയാണ് ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം. തിരുവല്ലയിൽ ഇന്ന് ഈ ഒരു സമയം മുതൽ ഇനി അങ്ങോട്ടുള്ള സമയത്ത് തിരുവല്ലയിൽ ഉള്ള ജലനിരപ്പിന്റെ അളവ് ഇനിയും ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിലവിൽ എന്തായാലും ആറന്മുള അതോടൊപ്പം തന്നെ റാന്നി ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കിയ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കിയ രണ്ട് സ്ഥലങ്ങളാണ് ഇത് രണ്ടും. അവിടെ ഇപ്പോൾ കാര്യമായ പ്രശ്നങ്ങൾ ഇല്ല. കഴിഞ്ഞ ദിവസത്തിനെ അപേക്ഷിച്ച് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്, നല്ലപോലെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഒരു 3 അടി 4 അടി വരെയും വെള്ളം ആറന്മുളയിൽ ഇറങ്ങി തുടങ്ങി. അപ്പോൾ ആറന്മുളയും റാന്നിയും ഏകദേശം സുരക്ഷിതമാകുമ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറാൻ പോകുന്നത് തിരുവല്ലയാണ്. തിരുവല്ലയിൽ ഇന്നിപ്പോൾ വെള്ളം കയറുകയാണെങ്കിൽ അവിടത്തേക്കുള്ള ക്രമീകരണങ്ങളെല്ലാം സജ്ജമാണ് എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഈ മത്സ്യബന്ധന ബോട്ടുകൾ അടക്കമുള്ളവ ഇന്നലെ ആറന്മുളയിലുണ്ടായിരുന്ന വള്ളങ്ങളടക്കം അവിടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ എന്തായാലും നഗരത്തിൽ മഴ മാറി നിൽക്കുകയാണ്. പക്ഷെ മലയോര മേഖലയിൽ പലയിടങ്ങളിലും പ്രത്യേകിച്ച് വനത്തിൽ പലയിടങ്ങളിലും ശക്തമായ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആശങ്കയായി നിലനിൽക്കുന്ന കാര്യം. ഉമൈവാൻ, അമൽ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ റാന്നിയിലും ആറന്മുളയിലും ആശങ്ക ചെറിയ തോതിൽ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തിരുവല്ലയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്ന അവസ്ഥയാണ്. നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോലും മഴവെള്ളം കയറുന്നു. വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ ഈ ക്യാമ്പിൽ നിന്ന് ആളുകളെ വീണ്ടും വേറെ ഏതെങ്കിലും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റേണ്ടി വരുന്നു. അപ്പോൾ ഈ ക്യാമ്പുകളിൽ പോലും വെള്ളം കയറുന്ന സാഹചര്യത്തെ ഏത് രീതിയിൽ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ നീക്കം? അതോ ഇപ്പോൾ തന്നെ ഒരു സുരക്ഷിത മേഖല കണ്ടെത്തി അവിടെ നിന്ന് ആളുകളെ മുൻകൂട്ടി മാറ്റുകയാണോ? തിരുവല്ലയിലെ സാഹചര്യം അത് കൂടുതൽ കാര്യമായിട്ട് നിരീക്ഷിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു അമൽ. തിരുവല്ലയിലേക്ക് വെള്ളമിറങ്ങും. ആദ്യം റാന്നി, പിന്നീട് ആറന്മുള, അതിനുശേഷം തിരുവല്ല. ഇത് ഈ റാന്നിയിൽ മഴ പെയ്ത് റാന്നിയിൽ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ കരുതിയിരുന്നതാണ്. ഇനിയിപ്പോൾ താഴേക്ക് വെള്ളമിറങ്ങുമ്പോൾ തിരുവല്ലയിലേക്ക് അത് എത്തും എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. പ്രത്യേകിച്ചും പടിഞ്ഞാറൻ മേഖലയിൽ ശക്തമായ വെള്ളപ്പൊക്കം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ പല സ്ഥലങ്ങളിലും ഈ ക്യാമ്പുകളിലേക്ക് മാറിയ ആളുകളൊക്കെ ഉണ്ട്. ആ ക്യാമ്പുകളൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിലാണ് എങ്കിൽ അതൊരു പക്ഷെ മാറ്റേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ കണക്ക് കൂട്ടുന്നത്. ഈ മത്സ്യബന്ധന ബോട്ടുകളും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെത് അടക്കമുള്ള ചെറിയ ബോട്ടുകളും മറ്റുമൊക്കെ ഈ ആറന്മുള അതോടൊപ്പം തന്നെ റാന്നി ഈ രണ്ട് സ്ഥലം കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ ഒരു കുറച്ചെങ്കിലും തിരുവല്ലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ പല ആളുകളും പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ഇവർ 2018 കണ്ടതാണ്, 2018 വലിയ പ്രളയം കണ്ടതാണ്. അതിനാൽ അവർ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു, ഇനി പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ഒരുപക്ഷെ തിരുവല്ലയിലായിരിക്കാം, അതിനാൽ ഞങ്ങൾ അങ്ങോട്ട് മാറുകയാണ് എന്നുള്ളത് പറഞ്ഞ് മത്സ്യത്തൊഴിലാളികളടക്കം തിരുവല്ലയിലേക്ക് മാറുന്നത് ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. എന്തായാലും അങ്ങനെ ഈ തുടർച്ചയായുള്ള മഴ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഏക ആശ്വാസകരമായ കാര്യം. അങ്ങനെ നിരന്തരമായി മഴ പെയ്യുന്നില്ല. പക്ഷെ പെയ്യുന്ന മഴ അതിശക്തമായ മഴയാണ്. അത് ഇടവിട്ടുള്ള മഴയാണെങ്കിൽ കൂടി വളരെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ വെള്ളം ഭൂമിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള മഴ പെയ്യുന്നു എന്നുള്ളതാണ്. മലയോര മേഖലയിൽ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വനപ്രദേശങ്ങളിൽ തുടർച്ചയായ മഴ പെയ്യുന്നു എന്നുള്ളതാണ്. ആ വെള്ളം ഒഴുകി എത്തിയാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഉള്ളത്. എന്തായാലും
എന്തായാലും അങ്ങനെ ക്രമീകരണങ്ങളെല്ലാം സജ്ജമാണ്. ആളുകളൊന്നും ജാഗ്രത പാലിച്ചാലും മതി, അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഭരണകൂടം വ്യക്തമാക്കുന്നത്. നിലവിൽ എന്തായാലും ക്രമീകരണങ്ങളെല്ലാം സജ്ജമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. നഗരത്തിൽ എന്തായാലും കാര്യമായ മഴ ഇല്ല. ഇനിയിപ്പോൾ തുടർച്ചയായി ഒരു 3-4 മണിക്കൂർ മഴയങ്ങ് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ആറന്മുളയൊക്കെ പൂർണ്ണമായും വെള്ളം ഒഴുകി തീർന്ന് ഇറങ്ങിപ്പോകും. നഗരത്തിലാണെങ്കിൽ, പത്തനംതിട്ട നഗരത്തിലാണെങ്കിൽ അങ്ങനെ വെള്ളക്കെട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഒരിടത്തുമില്ല. മഴ മാറി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാം.